നമസ്കാരം. CPM-ൽ നിന്ന് അച്ചാരം വാങ്ങി കോൺഗ്രസിലെ തന്നെ പലരും തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന് തുറന്നടിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ. ന്യൂസ് 18നോടാണ് അദ്ദേഹം മനസ്സ് തുറന്നത്. വിശദമായി നോക്കാം ലൈവ് അറ്റ് 6-ൽ. ആദ്യം പ്രധാന വാർത്തകൾ. ന്യൂസ് 18 അഭിമുഖത്തിൽ തുറന്നടിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ. ബാലകൃഷ്ണൻ പെരിയ CPM-ൽ നിന്ന് അച്ചാരം വാങ്ങി തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. എണ്ണത്തിൽ പെടുന്നതല്ലോ കിണ്ടിയും കോളാമ്പി. അതെല്ലാ കാലത്തും ഉണ്ട്. നമ്മളിപ്പോ വലിയ വലിയ കാര്യങ്ങളല്ലേ സംസാരിച്ചേ, അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ കിണ്ടിയും കോളാമ്പിയുടെ കാര്യം സംസാരിക്കുന്നു. അതൊക്കെ എല്ലാ കാലത്തും ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകൂടെ ആവർത്തിക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും ഞാൻ ജയിക്കാതിരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയുമായി സൗഹൃദം കൂടുകയും അതിന്റെ പ്രതിഫലം പറ്റുകയും ചെയ്ത ആളുകൾ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ചെന്നിത്തല കേരളം കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ്. മുരളീധരൻ അർഹിക്കുന്ന പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സതീശനും സുധാകരനും രണ്ട് വഴിക്ക് പോകാൻ കഴിയില്ലെന്നും ഉണ്ണിത്താൻ. അഭിമുഖം പൂർണ്ണരൂപത്തിൽ ഇന്ന് രാത്രി 8-ന്. CPM-നെ തിരുത്താനുറച്ച് CPI. വിമർശനം തുടർന്ന ബിനോയ് വിശ്വം. പറഞ്ഞതെല്ലാം ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർക്കായി. കണ്ണൂരിൽ നിന്നുള്ളത് ചെങ്കൊടി അപമാനിക്കുന്ന കഥകൾ. തിരുത്തേണ്ടത് തിരുത്തണമെന്നും CPI സെക്രട്ടറി. കുട്ടികളുടെ പഠന മികവിനെ ചൊല്ലി മന്ത്രിമാരുടെ വാക്പോര്. 10-ൽ ജയിച്ച പലർക്കും എഴുത്തും വായനയും അറിയില്ലെന്ന് സജി ചെറിയാൻ. ആരെങ്കിലും തോറ്റാൽ സർക്കാരിന്റെ പരാജയമായി ചിത്രീകരിക്കുമെന്നും മന്ത്രിയെ തിരുത്തി ശിവൻകുട്ടി. അക്കാദമിക മികവിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. TP കേസിലെ ശിക്ഷാ ഇളവിൽ പുലിവാല് പിടിച്ച് സർക്കാർ. ജയിൽ ഉദ്യോഗസ്ഥർക്ക് പിന്നാലെ പോലീസുകാർക്കെതിരെയും നടപടി. KK രമയുടെ മൊഴിയെടുത്ത ASI ശ്രീജിത്തിന് വയനാട്ടിലേക്ക് മാറ്റം. രണ്ടര പതിറ്റാണ്ടിന് ശേഷം താരസംഘടന അമ്മയ്ക്ക് പുതിയ ജനറൽ സെക്രട്ടറി. സിദ്ദിഖിന്റെ ജയം കുക്കു പരമേശ്വരനെയും ഉണ്ണി ശിവപാലിനെയും പിന്നിലാക്കി. ജഗദീഷും ജയൻ ചേർത്തലയും വൈസ് പ്രസിഡന്റുമാർ. ബാബുരാജ് സെക്രട്ടറി. കനത്ത മഴയിൽ ഉത്തരേന്ത്യ. ഹരിദ്വാറിൽ പ്രളയം. നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി. ഹിമാചലിൽ പലയിടത്തും മണ്ണിടിച്ചിൽ. ഡൽഹിയിൽ 3 ദിവസം കൂടി മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. മണിപ്പൂരിൽ പാലം ഒലിച്ചുപോയി. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ മൻ കി ബാത്തിൽ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞു മോദി. അട്ടപ്പാടിയെക്കുറിച്ച് മൻ കി ബാത്തിൽ പരാമർശം. ആദിവാസി സ്ത്രീകളുടെ കുടനിർമ്മാണം നാരീ ശക്തിയുടെ തെളിവ്. T20 ലോകകപ്പ് ജയിച്ച ഇന്ത്യയ്ക്ക് അഭിനന്ദന പ്രവാഹം. രാജ്യത്തുടനീളം ആഘോഷം. വിശദമായ വാർത്തകൾ നോക്കാം. CPM-നെതിരായ വിമർശനങ്ങളിൽ ഉറച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തന്റെ പരാമർശങ്ങൾ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്നും തിരുത്താനുള്ളത് തിരുത്തണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കണ്ണൂരിൽ നിന്നുള്ള സ്വർണം പൊട്ടിക്കലിന്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിന്റെയും കഥകൾ ചെങ്കൊടിക്ക് അപമാനമാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം പ്രതികരിച്ചത്. എന്നാൽ വിമർശനം വ്യക്തിപരമല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അതേസമയം CPI LDF വിടണമെന്ന UDF കൺവീനർ MM ഹസന്റെ പ്രസ്താവന ബിനോയ് വിശ്വം തള്ളിക്കളഞ്ഞു. CPM-നെ ജീർണത ബാധിച്ചു. ആ തരത്തിൽ തന്നെയായിരുന്നു, അങ്ങനെ ഒരു ധ്വനി തന്നെയാണ് ബിനോയ് വിശ്വത്തിന്റെ കഴിഞ്ഞ ദിവസത്തെയും ഇന്നത്തെയും പരാമർശങ്ങളിലുള്ളത്. അദ്ദേഹം പറയുന്നത് ഈ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ, അധോലോക സംഘങ്ങൾ, അതൊക്കെയും ചെങ്കൊടി തണലിലല്ല വളരേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് ഇടമാക്കി ചെങ്കൊടിയുടെ തണൽ മാറ്റരുത് എന്ന കാര്യം ബിനോയ് വിശ്വം ആവർത്തിച്ച് പറയുമ്പോൾ അത് ഇപ്പോൾ CPM-നുള്ളിൽ നടക്കുന്ന തർക്കങ്ങൾ, പ്രത്യേകിച്ച് P. ജയരാജന്റെ മകനുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങൾ,
തിരഞ്ഞെടുപ്പ് തോൽവി, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ കൃത്യമായി പരിശോധിക്കണം. അതിൽ CPIയുടെ നിലപാട് അസന്നിഗ്ധമായി അവർ പറയുന്നു എന്ന് തന്നെയാണ്. ഒരുപക്ഷെ കാനൻ രാജേന്ദ്രനിൽ നിന്ന് ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിലേക്ക് CPI എത്തുമ്പോൾ അദ്ദേഹം മയപ്പെട്ടായിരിക്കുമോ, അല്ലെങ്കിൽ കാനൻ രാജേന്ദ്രൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചേർന്ന് പോയതുപോലെ ചേർന്ന് പോകുമോ എന്ന ഒരു ചർച്ചകളും അങ്ങനെയുള്ള ചിന്തകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് വ്യത്യസ്തമായി വളരെ കൃത്യമായി തന്നെ CPMനോട് പറയേണ്ടത് പറഞ്ഞു പോവുകയാണ് ബിനോയ് വിശ്വം. സ്വർണം പൊട്ടിക്കലിന്റെ കഥകൾ, അധോലോക കഴിഞ്ഞാട്ടങ്ങൾ, അത് ചെങ്കുടിയുടെ മാർഗമല്ല. ചെങ്കുടി അതിന്റെ പാർട്ടിയല്ല. കയ്യൂരിലും കരുവള്ളൂരിലും തെല്ലങ്കേരിയിലും മുനിയൻകുന്നിലും കാവമ്പായിലും ഉഞ്ചികത്തും തെലങ്കാനയിലും തേപാകയിലും ശൂരനാട്ടും എല്ലാം ഒരുപാട് മനുഷ്യർ ചോര കൊടുത്തുണ്ടാക്കിയ പാർട്ടിയാണത്. അവരുടെ ചോരയുടെ നിറമാണ് ചെങ്കുടിക്കുള്ളത്. ആ ചെങ്കുടി തണലിൽ ഒരിക്കലും അധോലോക സംസ്കാരവും വളരാൻ പാടില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് നിലപാട്. ആ നിലപാട് CPIക്കുമുണ്ട്, ആ നിലപാട് CPMനും ഉണ്ടാകാം. ചെങ്കുടി ഇസ് ചെങ്കുടി. ആ ചെങ്കുടിക്ക് മഹത്തായ ആശയമുണ്ട്, മഹത്തായ മൂല്യമുണ്ട്, മഹത്തായ ലക്ഷ്യബോധമുണ്ട്. ആ ചെങ്കുടിയെ അങ്ങനെ വെട്ടിമുറിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ജനങ്ങൾ അവരുടെ വിധിയെഴുത്ത് നടത്തി കഴിഞ്ഞു. അത് പ്രകാരം ഞങ്ങളെ പിന്നാക്കി പോകുന്ന ഒരു വലിയ ഭാഗം ജനങ്ങൾക്ക് ഞങ്ങളെ പറ്റി വിമർശനമുണ്ട്. ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ തിരുത്താൻ ഞങ്ങൾ ശ്രമിക്കും. ഇതാണ് CPIയുടെ ബോധ്യം. പഠിച്ചിട്ട് ആവശ്യമായ തിരുത്തൽ നിർത്തണം. അത് തിരുത്തിക്കൊണ്ട് ഇടതുപക്ഷം മുന്നോട്ട് പോകും. LDF ആണ് ജനങ്ങളുടെ പക്ഷം. LDFിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. ആ പ്രതീക്ഷ നിറവേറ്റുവാൻ വേണ്ടി ഇടതുപക്ഷം വരുത്തിയിടുന്ന തിരുത്തൽ തീർച്ചയായിട്ടും വരുത്തും. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. ഇങ്ങനെ ഒഞ്ചിയത്തും അതോടൊപ്പം തന്നെ ഒരുപാട് സ്ഥലങ്ങൾ, തില്ലങ്കേരി അടക്കമുള്ള സ്ഥലങ്ങൾ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അവിടെ നിരവധി പേർ ചോര കൊടുത്തുണ്ടാക്കിയ ചെങ്കൊടിയാണ്, അവരുടെ ചോരയുടെ നിറമാണ് ചെങ്കൊടിക്ക്. ഇങ്ങനെയുള്ള ക്രിമിനൽ സംഘങ്ങൾക്ക് തണലായി ആ കൊടിയെ മാറ്റരുത്. അവരെ വളർത്താൻ വേണ്ടി ആരെങ്കിലും നിൽക്കുന്നുവെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് തകർക്കാൻ വേണ്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വിരുദ്ധമാണ് അവരുടെ പ്രവൃത്തി. അതോടൊപ്പം തന്നെ ആ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ വേണ്ടി അവർ നിൽക്കുന്നു എന്ന് വേണം കരുതാൻ. ജനങ്ങളെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം എന്ന കാര്യം. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ശൈലിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന കാര്യങ്ങൾ, മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ മാത്രം കേന്ദ്രീകരിച്ച് അല്ല ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ വിലയിരുത്തേണ്ടത്. പല കാരണങ്ങളിൽ ഒന്ന് എന്ന നിലയ്ക്കാണ് ബിനോയ് വിശ്വം അത് പറഞ്ഞു വയ്ക്കുന്നത്. അവിടെ മുഖ്യമന്ത്രിയുടെ ശൈലി ശരിയാണ് എന്ന് അദ്ദേഹം പറയുന്നില്ല, മറിച്ച് പല കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ശൈലി ശരിയല്ല എന്ന് ബിനോയ് വിശ്വം കൂടി പറയുകയാണ്. അദ്ദേഹം അത് പഠിക്കുമെന്നും അനുഭവ സമ്പത്തുള്ള നേതാവാണെന്നും തിരുത്തേണ്ട കാര്യമുണ്ടെങ്കിൽ അത് തിരുത്തുമെന്നും ബിനോയ് വിശ്വം പറയുന്നു. അച്യുത മേനോനാണ് ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായി അദ്ദേഹം പറയുന്നത്. EMSന്റേതായ മഹത്വമുണ്ട്, പക്ഷേ അച്യുത മേനോനാണ് ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന് പറയുന്നു. UDFിലേക്കുള്ള ക്ഷണം അത് അദ്ദേഹം പരിഹസിച്ച് കളയുകയാണ്. MM ഹസൻ ക്ഷണിച്ചുവെങ്കിലും മുന്നണി മാറ്റത്തിന്റെ ഒരു സാഹചര്യവും ഇപ്പോൾ ഇല്ല എന്നും ബിനോയ് വിശ്വം പറയുന്നു. കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി അച്യുത മേനോനാണെന്ന് ബിനോയ് വിശ്വം. EMS കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയെങ്കിലും മികച്ച മുഖ്യമന്ത്രി അച്യുത മേനോൻ തന്നെ. പിണറായി വിജയൻ എടുത്തു പറയപ്പെടേണ്ട മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ്. UDFിൽ പോകണമെന്ന അഭിപ്രായം പാർട്ടി അംഗങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. CPI LDFിൽ നിന്ന് നിലവിൽ വിടേണ്ട ആവശ്യമില്ല. എന്നാൽ ഇന്ത്യ മുന്നണി ഒരു യാഥാർത്ഥ്യമാണെന്നും ഭാവി നടപടികൾ പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയത്. സതീശൻ സുധാകരൻ ചേരിപ്പോരിൽ പ്രതികരണവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ. പ്രതിപക്ഷ നേതാവിനും KPCC അധ്യക്ഷനും രണ്ട് വഴിക്ക് പോകാനാവില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. തിരഞ്ഞെടുപ്പിലുണ്ടായത് കൂട്ടായ നേതൃത്വത്തിന്റെ വിജയം. ക്രെഡിറ്റ് തനിയെ ആർക്കും അവകാശപ്പെടാനാവില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. കോൺഗ്രസിൽ സംസ്ഥാനത്ത് രണ്ട് ശാക്തിക ചേരികൾ, VD സതീശൻ, K സുധാകരൻ. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിൽ ആർക്കൊപ്പം? നിങ്ങൾ ഈ പറയുന്ന അടിസ്ഥാനരഹിതമായ ഒരു ഉട്ടോപ്യൻ ക്വസ്റ്റ്യനാണ്, സാങ്കല്പികമായ ഒരു ചോദ്യമാണ്. കേരളത്തിൽ K സുധാകരനും VD സതീശനും രണ്ടായി പോകാനാവില്ല, ഒരിക്കലും സമ്മതിക്കത്തില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉള്ളിടത്തോളം കാലം രണ്ട് വഴിക്ക് ഇവർ പോകാൻ അനുവദിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. രണ്ടുപേരും ഒരേ വഴിക്കേ പോകാൻ പറ്റൂ, ഒരേ വഴിക്കേ സഞ്ചരിക്കൂ. കാരണം ഇത് അവരെ രണ്ടുപേരെ ബാധിക്കുന്ന പ്രശ്നമല്ല. കേരളത്തിൽ കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസിനെ വിശ്വസിക്കുന്നവർ, UDF പ്രവർത്തകർ അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും യാതനകളും വേദനകളും അതിന് അറുതി വരുത്താൻ ഇന്ന് പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്ന രണ്ടുപേരാണ്
കെ സുധാകരനും വി.ഡി. സതീശനും അവർക്ക് രണ്ടുപേർക്കും രണ്ട് രീതിയിൽ രണ്ട് ദിശയിലേക്ക് സഞ്ചരിക്കാനാവില്ല. പാർട്ടി അനുവദിക്കില്ല. രണ്ടുപേരും ഒരേ ദിശയിൽ സഞ്ചരിച്ചേ മതിയാവൂ. പിന്നെ അടുത്ത മുഖ്യമന്ത്രി ആരാവുന്ന ഭൂരിപക്ഷം കിട്ടിയിട്ട് പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും ഒരു ചർച്ചയ്ക്ക് ഇപ്പൊ പ്രസക്തിയേയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവരുടെ രണ്ടുപേരുടെയും ദൗത്യം കേരളത്തിലെ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി നിർത്തുക. സതീശന്റെ ദൗത്യം കേരളത്തിലെ UDFനെ കൂടുതൽ ശക്തിപ്പെടുത്തുക, കൂടുതൽ ജനങ്ങളെ UDFിലേക്ക് ആകർഷിക്കുക. പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഒരാൾ, UDFനെ ശക്തിപ്പെടുത്താൻ ഒരാൾ. ഇവർ രണ്ടും കൂടെ ചേരുമ്പോഴേ മുന്നണിയാകുന്നുള്ളൂ. കോൺഗ്രസ് ശക്തമാണെങ്കിലല്ല കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ശക്തിപ്പെടൂ. കോൺഗ്രസ് ശക്തിപ്പെട്ടിട്ടല്ല ഈ മുന്നണിയിൽ നിൽക്കുന്ന മറ്റു ഘടകകക്ഷികൾ കോൺഗ്രസിനെ ബഹുമാനിക്കൂ. അതുകൊണ്ട് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണമെങ്കിൽ ഇവർ രണ്ടുപേരും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നാകണം. രണ്ടായി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഹൈക്കമാൻഡ് അനുവദിക്കത്തില്ല. അതൊക്കെ വളരെ ക്ലിയറായ മെസ്സേജ് രണ്ടുപേർക്കുണ്ട്. മനസ്സിലായോ? പിന്നെ പാർട്ടി പ്രസിഡന്റ് നിലയിൽ സുധാകരൻ അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നു. അതേസമയം പ്രതിപക്ഷ നേതാവ് നിലയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസിൽ ആർക്കും ഒരു പരാതിയില്ല. അപ്പം രണ്ടുപേരും ഒന്നിനൊന്ന് മികച്ചവരാണ്. പിന്നെന്തിനാ രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് പോകുന്നത്? ഒരേ ദിശയിൽ. രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി രാജ്മോഹൻ ഉണ്ണിത്താൻ. ചെന്നിത്തല മികച്ച പ്രതിപക്ഷ നേതാവ്. കേരളം കണ്ട എക്കാലത്തെയും മികച്ച പ്രതിപക്ഷ നേതാവാണ് രമേശ് ചെന്നിത്തല എന്ന് ഉണ്ണിത്താൻ. UDF യോഗത്തിൽ ചെന്നിത്തലയ്ക്ക് സംസാരിക്കാൻ അവസരം നൽകേണ്ടിയിരുന്നു. നേതൃമാറ്റം അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറാവണം. UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി ആരാകണമെന്നത് ഇപ്പോൾ തീരുമാനിക്കേണ്ടതില്ല എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. താങ്കൾ ഈ കളക്റ്റീവ് ലീഡർഷിപ്പിന്റെ വിജയമാണ് കോൺഗ്രസിനുണ്ടായത് എന്ന് പറയുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അടിയന്തരമായി 2 UDF യോഗങ്ങൾ ചേർന്നു. പക്ഷേ ആ 2 UDF യോഗങ്ങളിൽ ഒന്നിലേക്ക് ക്ഷണമുണ്ടായില്ല എന്നും രണ്ടാമത് തനിക്ക് അവസരം നിഷേധിച്ചു സംസാരിക്കാൻ എന്നുമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ. രമേശ് ചെന്നിത്തലയെ സംസ്ഥാന നേതൃത്വം ഏതെങ്കിലും തരത്തിൽ അവഗണിക്കുന്നതായി രാജ്മോഹൻ ഉണ്ണിത്താൻ തോന്നുന്നു. കേരളത്തിൽ ഒരു നേതൃമാറ്റം ഉണ്ടായല്ലോ. നമുക്കറിയാമല്ലോ, ഒരു കാലത്ത് ആന്റണിയും കരുണാകരനുമായിരുന്നു. പിന്നെ അത് ഉമ്മൻചാണ്ടിയും പിന്നെ രമേശ് ചെന്നിത്തലയായി മാറി. ഇപ്പോൾ അത് സുധാകരനും വി.ഡി. സതീശനുമായി മാറി. ഈ നേതൃമാറ്റം എല്ലാവരും ഉൾക്കൊള്ളണം. ഉൾക്കൊണ്ടില്ലേ? ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹത്തെ മാറ്റി ശ്രീ പിന്നെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായപ്പോൾ അദ്ദേഹം 2ാം നിരയിൽ ഇരുന്നില്ലേ? അദ്ദേഹം അന്നത്തെ പ്രതിപക്ഷ നേതാവായി സഹകരിച്ചില്ലേ? അപ്പോൾ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ സഹകരിപ്പിച്ചില്ലേ? അപ്പോൾ സ്വാഭാവികമായി നേതൃമാറ്റം എന്ന യാഥാർത്ഥ്യം എല്ലാവരും ഉൾക്കൊള്ളണം. അതോടൊപ്പം നേതൃത്വത്തിൽ വന്ന ആളുകൾ തങ്ങളെക്കാൾ സീനിയറായ ആളുകളെ അംഗീകരിക്കുകയും അവരെ സഹകരിപ്പിക്കുകയും വേണം. ഇതെല്ലാം പരസ്പര പൂരകമാണ്. അല്ലാതെ അധികാരം കയ്യിൽ കിട്ടിയതുകൊണ്ട് എല്ലാം ആയി എന്നുള്ള തോന്നൽ ആർക്കും വേണ്ട. ഞാൻ പറഞ്ഞത് നേതൃമാറ്റം ഉണ്ടായി. അത് ശ്രീ കെ കരുണാകരന്റെ ആന്റണിയുടെയും കാലം മാറി, ഉമ്മൻചാണ്ടിയുടെയും ശ്രീ രമേശിന്റെയും കാലം വന്നു. ഇപ്പോൾ ശ്രീ സുധാകരന്റെയും വി.ഡി. സതീശന്റെയും കാലമാണ്. അപ്പൊ നേതൃത്വം അഖിലേന്ത്യാ തലത്തിൽ മാറ്റുമ്പോൾ ആ മാറ്റം ഉൾക്കൊള്ളാൻ എല്ലാവരും തയ്യാറായാൽ മുമ്പോട്ട് പോകാം. പിന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാനും പരിഹരിക്കാനും പ്രതിപക്ഷ നേതാവ് നേരിട്ട് പോയി കണ്ടു, സംസാരിച്ചു. ഇപ്പൊ ഞാൻ പത്രത്തിലൂടെ വായിച്ചാണ് മഞ്ഞുരുകി. കാരണം എന്തെങ്കിലും അങ്ങനെ രമേശ് ചെന്നിത്തലയുടെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടെങ്കിൽ ആ അസ്വസ്ഥത തുടർന്നു കൊണ്ടുപോകാൻ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതാവ് നേരിട്ട് അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ച്, അദ്ദേഹത്തെ പോലൊരു നേതാവ് കൂടി ഈ പാർട്ടിയിൽ അനിവാര്യമായൊരു ഘടകമാണെന്ന് ഉത്തമ ബോധ്യം കൊണ്ട് ഉണ്ടേ. ഇപ്പം ഞാൻ ഈ എംപിമാരുടെ യോഗത്തിൽ ഞാൻ പങ്കെടുത്ത ആളാണ്. ഈ പ്രതിപക്ഷ നേതാവ് വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ഡിന്നർ ഒഴിച്ചു ബാക്കി എല്ലാത്തിനും ഞാൻ പങ്കെടുത്തു. അതിനകത്ത് ആദ്യം ഹസൻ സ്വാഗതം പറഞ്ഞു. അത് കഴിഞ്ഞ് ഇൻട്രോഡക്ടറി റിമാർക്സ് പ്രതിപക്ഷ നേതാവ് നടത്തി. അത് കഴിഞ്ഞ് പിന്നെ KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. അതിനുമുമ്പ് കുഞ്ഞാലിക്കുട്ടി. എല്ലാ ഘടകകക്ഷികളെയും വരുമ്പോൾ കോൺഗ്രസിനൊരു ഊഴമുണ്ടല്ലോ. അപ്പോഴത്തേക്ക് സമയം ഒരുപാട് പോവും. ആളുകൾക്കെല്ലാം മടങ്ങി പോകണം, എംപിമാർക്കെല്ലാം മടങ്ങി പോകണം. ഒരുപക്ഷെ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിലും തിരക്ക് കൊണ്ടായിരിക്കാം ശ്രീ രമേശ് ചെന്നിത്തല ഒഴിവാക്കി. എന്നാൽ പോലും തിരക്കിന്റെ പേരിലായാലും അങ്ങനെ ഒഴിവാക്കപ്പെടേണ്ട ഒരാളല്ല രമേശ് ചെന്നിത്തല. അത് പ്രതിപക്ഷ നേതാവിന് ബോധ്യം വന്നതുകൊണ്ടാണല്ലോ രമേശിന്റെ മനസ്സ് വേദനിച്ചു എന്ന് പത്രമാധ്യമങ്ങളിലൂടെ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ അദ്ദേഹം നേരിട്ട് പോയി കാണാനും മഞ്ഞുരുക്കാനും തയ്യാറായത് ഒരു നല്ല സൂചനയല്ലേ? കെ മുരളീധരന് അർഹിക്കുന്ന പ്രാധാന്യം കോൺഗ്രസ് പാർട്ടി നൽകിയിട്ടുണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. പത്മജ വേണുഗോപാലിന്റെ ആക്ഷേപങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല. അനുയായികളുള്ള നേതാക്കന്മാർക്ക് വേണ്ടി ചുവരെഴുത്തുകൾ വരുന്നത് സ്വാഭാവികം മാത്രമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ.
അല്ല, താങ്കൾ തന്നെ സൂചിപ്പിച്ചു ഇപ്പോൾ ഈ സ്വാഭാവികമായി ഈ ലീഡറുടെ കാര്യം, ലീഡറുടെ ഏറ്റവും വിശ്വസ്തനായി അറിയപ്പെട്ടിരുന്നയാളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അതേ ലീഡറുടെ മകന് തൃശ്ശൂരിൽ ഉണ്ടായ പരാജയത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തൃശ്ശൂർ ശ്രീ മുരളീധരൻ വടകരയിലെ MP ആയിരുന്നു. വടകരയിൽ അദ്ദേഹം നന്നായി ശോഭിച്ച MP ആയിരുന്നു. പക്ഷെ വടകരയിൽ നിന്ന് അദ്ദേഹം മാറേണ്ട സാഹചര്യം എന്തുകൊണ്ടാണ് വന്നു ചേർന്നതെന്ന് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായി അദ്ദേഹം മാറിക്കഴിഞ്ഞ് തൃശ്ശൂർ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അനുയായികളുള്ള നേതാക്കന്മാർക്ക് ഇത്തരം പോസ്റ്ററുകൾ ഉയർന്നു വരും. പണ്ട് MA ജോൺ നമ്മെ നയിക്കുമെന്ന് പറഞ്ഞ് കേരളം മൊത്തം പോസ്റ്റർ ഉയർന്നു വന്നില്ലേ? അപ്പൊ MA ജോണിന് കേരളത്തിൽ മൊത്തം ശിഷ്യന്മാരുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ MA ജോൺ നമ്മെ നയിക്കും എന്ന പോസ്റ്ററുകൾ കേരളം മൊത്തം ഉണ്ടായിരുന്നല്ലോ എത്രയോ കാലം. മുരളീധരന് കേരളത്തിൽ മുഴുവൻ അനുയായികളുണ്ട്. കാരണം അദ്ദേഹം KPC പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അദ്ദേഹം കരുണാകരന്റെ മകനാണ്. കരുണാകരനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളുകൾ മുരളീധരനോട് താല്പര്യമുള്ളവർ കാണും. മാത്രമല്ല അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയറിൽ അദ്ദേഹം വഹിക്കാത്ത സ്ഥാനം ഏതാണ്? സംസ്ഥാന മന്ത്രിയായി, ഇനി കേന്ദ്രമന്ത്രി ഇത്തവണ അധികാരം കിട്ടിയിരുന്നെങ്കിൽ അതുമാകുമായിരുന്നു. ഞാൻ പറഞ്ഞത് മുരളീധരന്റെ വളർച്ചയെ ആരും തടഞ്ഞിട്ടില്ല, അദ്ദേഹത്തെ ആരും തഴഞ്ഞിട്ടില്ല, അദ്ദേഹത്തെ തകർക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആദ്യമായിട്ടല്ലോ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത്. ഇതിനു മുമ്പും പാർലമെന്റിൽ മത്സരിച്ച് അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ടല്ലോ, വയനാട്ടിൽ ഇല്ലേ? അപ്പോ പരാജയം സംഭവിക്കുമ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എപ്പോഴും പറയും സക്സസ് ഹാസ് മെനി ഫാദേഴ്സ്, ഫെയില്യൂർ ഈസ് എൻ ഓർഫൻ. വിജയമുണ്ടായാൽ അതിനൊരുപാട് ശില്പികൾ വരും, പരാജയപ്പെട്ട ഒരാളും കാണത്തില്ല. അതാണല്ലോ ഒരു ഗാനമുണ്ടല്ലോ, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേര് വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിൻ നിഴൽ മാത്രം വരും. അതെല്ലാവർക്കും ബാധകമാണ്, എനിക്കടക്കം. കെ മുരളീധരനെ കോൺഗ്രസ് തൃശ്ശൂരിൽ ബലിയാടാക്കുകയായിരുന്നു എന്ന ആക്ഷേപം പത്മജ വേണുഗോപാൽ തന്നെ ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ പിന്നിൽ നിന്ന് കുത്തിയവരാണ് ചേട്ടന്റെ പരാജയത്തിലേക്ക് നയിച്ചത് എന്ന ആക്ഷേപം അവർ മുമ്പോട്ട് വെക്കുകയും ചെയ്തു. BJPയിൽ ചേർന്നപ്പോൾ തന്നെ അവർ അത് പറഞ്ഞതുമാണ്. ആ ആക്ഷേപത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? പത്മജ വേണുഗോപാലിനൊക്കെ മറുപടി പറയാൻ ഞാൻ ആളല്ല. പത്മജ വേണുഗോപാൽ കാസർഗോട്ട് വന്ന് പരസ്യമായി പറഞ്ഞു ഞാൻ ഏതോ BJPക്കാരുമായി ചർച്ച നടത്തിയത് അവർക്കറിയാം. ഞാൻ അവരെ വെല്ലുവിളിച്ചല്ലോ, കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും ഞാനും പത്മജ വേണുഗോപാലുമായിട്ട് സംവാദത്തിന് തയ്യാറാ. അവരപ്പോഴേ പിൻവലിഞ്ഞല്ലോ. ഇനിയും ഞാൻ പറയുന്നു, അവർ തയ്യാറാണെങ്കിൽ ഞാൻ തയ്യാറാ. നമുക്ക് പത്മജ വേണുഗോപാലിന്റെയും രാജ്മോഹൻ ഉണ്ണിത്താന്റെയും ഒന്ന് ചരിത്രം മാധ്യമ പ്രവർത്തക മുമ്പിൽ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. അവർ വരട്ടെ. വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ നടക്കുന്ന ഒരാളിന്റെ ജൽപ്പനങ്ങൾക്കെതിരെ ഒന്നും മറുപടി പറയാൻ ഞാനില്ല. ഞാൻ അവജ്ഞയോടുകൂടി അവർ പറയുന്ന എല്ലാം തള്ളിക്കളയാണ്. കാരണം ജീവിതകാലം മൊത്തം അധികാരത്തിന്റെ സൗഭാഗ്യങ്ങൾ നുണഞ്ഞും നുകർന്നും ജീവിച്ച ഒരു പെൺകുട്ടിയാണവർ. ഇപ്പൊ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ ഉള്ള ഒരു വ്യാകുലത മനസ്സിലായോ? അധികാരമില്ലാതെ ഇവർക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അധികാരത്തിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേറിവിടെ പോയത്. നമ്മളൊക്കെ മരിക്കുന്നതുവരെ ഒന്നും ഈ പാർട്ടി തന്നില്ലെങ്കിലും മരിച്ചു വീഴുമ്പോൾ ഒരു ത്രിവർണ്ണ പതാക, കോൺഗ്രസിന്റെ പതാക ദേഹത്ത് വീഴണം എന്നാഗ്രഹിച്ച ഞാൻ 68-ൽ പണി തുടങ്ങിയതാണ്, രാഷ്ട്രീയം ആരംഭിച്ചാണ്. ഇന്നുവരെ കോൺഗ്രസ് പാർട്ടിക്കെതിരെ മനസ്സുകൊണ്ടുപോലും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ കോൺഗ്രസിനകത്ത് നടന്ന അനഭലഷണീയമായ പ്രവണതകളെ നഖശികാന്തം പാർട്ടിക്കകത്ത് നിന്ന് എതിർക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്ത ഒരാളാണ് ഞാൻ. CPMന്റെ അച്ചാരം പറ്റി തന്നെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിനുള്ള ചിലർ തന്നെ ശ്രമിച്ചുവെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. കൊലച്ചോറുണ്ടവരോട് സൗഹൃദം പോലും പാടില്ല എന്ന നിലപാടാണ് പാർട്ടിക്കുള്ളതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ന്യൂസ് 18നോട് പറഞ്ഞു. ശ്രീ ബാലകൃഷ്ണൻ പെരിയും രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിൽ വ്യക്തിപരമായ എന്തെങ്കിലും തർക്കങ്ങളാണോ അതോ രാഷ്ട്രീയമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസമാണോ? ഇവിടെ രക്തസാക്ഷികളോടൊപ്പമാണെന്ന് പറയുകയും കൊലയാളികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയും ആ പാർട്ടിയുടെ ഗവൺമെന്റുമാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഞങ്ങളുടെ പാർട്ടി കൊലയാളികളുമായി സൗഹൃദം സ്ഥാപിക്കുന്നവരെ പോലും വെച്ചു പൊറുപ്പിക്കില്ല എന്ന് പറയുന്ന സമീപനമാണ് എന്റെ പാർട്ടിക്ക്. മനസ്സിലായോ? കല്യോട്ട രക്തസാക്ഷികൾ, ആ രക്തസാക്ഷികൾ KPCCക്ക് കൊടുത്ത പരാതി, ആ പരാതിയെക്കുറിച്ച് KPCC അന്വേഷണ കമ്മീഷൻ വെച്ചു. അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയതിന്റെ അനന്തരഫലമായി KPCC നടപടി സ്വീകരിച്ചു. എന്താ നടപടി? രക്തസാക്ഷികളുടെ കുടുംബത്തോടൊപ്പമാണ് ഞങ്ങളുടെ പാർട്ടി. കോൺഗ്രസ് പാർട്ടി രക്തസാക്ഷികളോടൊപ്പമാണ്, അവരുടെ കുടുംബത്തോടൊപ്പമാണ്. കൊലയാളികളുമായി സൗഹൃദം പങ്കുവയ്ക്കുന്ന ആരായാലും, അവർ എത്ര ഉന്നതരായാലും, അവർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ലെന്നുള്ളൊരു മെസ്സേജാണ് കോൺഗ്രസ് പാർട്ടി കൊടുക്കുന്നത്.
ആ മെസ്സേജിനോടൊപ്പമാണ് കേരളത്തിലെ കോൺഗ്രസ്, കാസർകോട്ടെ കോൺഗ്രസ്. ഞങ്ങൾ കേരളത്തിലെ KPCC അഭിനന്ദിക്കുന്നു. കാരണം ഒരു ഭാഗത്ത് കൊലയാളികളെ രക്ഷപ്പെടുത്താനുള്ള അവസാനത്തെ ശ്രമം നടത്തുമ്പോൾ ഇവിടെ കൊലയാളികളുമായി സൗഹൃദം പങ്കുവെക്കുന്നവനെ പോലും വെച്ചു പൊറുപ്പിക്കില്ല എന്നൊരു സമീപനം ഇപ്പുറത്ത്. ഈ സമീപനം അതാണ് മുഖ്യം. ആ സമീപനത്തിൽ KPCC ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. അതിനപ്പുറത്തോട്ട് ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാൻ ഞാനില്ല. താങ്കൾക്കെതിരായി കാസർഗോഡ് നിന്ന് കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കൾ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നതാണെന്ന് താങ്കൾ കരുതുന്നു, അതോ വ്യക്തിപരമായ താല്പര്യങ്ങളാണോ? കഴിഞ്ഞ തവണ ഞാൻ മത്സരിക്കുമ്പോഴും ഞാൻ തോക്കുമെന്ന് പരസ്യമായി പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. തീർച്ചയായിട്ടും ഞാൻ 40,000 വോട്ടിന് തോറ്റു, 25,000 വോട്ടിന് തോറ്റു. പറയട്ടെ, അതൊക്കെ കാസർഗോഡ് എല്ലാ കാലത്തും ഉണ്ട്. എവിടെയാ ഇല്ലാത്ത? കേരളത്തിലെ നിങ്ങൾ മനസ്സിലാക്കോ, കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തോ? എല്ലാ സ്ഥലത്തും MP-മാരെ തോൽപ്പിക്കാൻ ശ്രമം നടന്നായിട്ടുണ്ട്. അതൊക്കെ എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പൊ മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 40,000 വോട്ടിന് ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് തലയ്ക്ക് വട്ടാന്ന് പറഞ്ഞു. ഇത്തവണ ഞാൻ 1,00,000 ജയിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു അയാൾ 25,000 നോക്കാൻ പോവാ. ഇനിയൊക്കെ പോട്ടെ, എന്റെ വോട്ടെണ്ണുന്നതിന്റെ തലേന്ന് രാത്രിയിൽ വിജയം ആഘോഷിക്കാൻ ഒരു ജീപ്പ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ പയ്യന്നൂക്കാർ പറഞ്ഞു നാണക്കേടാണ്, നാളെ ഇത് ഒളിച്ചു വെക്കേണ്ടി വരും. അപ്പൊ ഇവർക്കൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊരു ചുക്കും അറിയില്ല. സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ എതിരാളികളുമായി ചങ്ങാത്തം സ്ഥാപിച്ചിട്ടുണ്ട്. അതിന് പ്രതിഫലം പറ്റിയവരുണ്ട്, അന്നും ഇന്നും ഉണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ട്, ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. മാർക്സിസ്റ്റുകാരുമായി ചങ്ങാത്തം ഉണ്ടാക്കി എന്നെ തോൽപ്പിക്കാൻ പ്രതിഫലം പറ്റിയ ആരാണെന്ന് കാസർഗോട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിലുണ്ട്. ഞാൻ പച്ചക്കല്ലേ പറയുന്നത്. കോൺഗ്രസിലുണ്ട്. ആ കോൺഗ്രസിലുള്ളവന്റെ പേരൊന്നും പറയേണ്ട കാര്യം എനിക്കില്ല. കാരണം ഞാനിപ്പോ 1,00,000 വോട്ടിന്റെ തിളക്കമായ വിജയത്തിൽ നിൽക്കുകയാണ്, മിന്നി തിളങ്ങി നിൽക്കുകയാണ്. ഇപ്പൊ നമ്മളിവിടെ സംസാരിക്കുന്ന വാർപ്പ്, ചെമ്പ്, നിങ്ങളിപ്പോ അതിന്റെ ഇടയ്ക്ക് കയറി കോളാമ്പിയും കിണ്ടിയും കുറിച്ച് ചോദിക്കരുത്. അതൊക്കെ എണ്ണത്തിൽ പെടുന്നതല്ലോ കിണ്ടിയും കോളാമ്പിയും. അതെല്ലാ കാലത്തും ഉണ്ട്. നമ്മളിപ്പോ വലിയ വലിയ കാര്യങ്ങളല്ലേ സംസാരിച്ചേ, അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ കിണ്ടിയും കോളാമ്പിയുടെയും കാര്യം സംസാരിക്കുക. അതൊക്കെ എല്ലാ കാലത്തും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകൂടെ ആവർത്തിക്കാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും ഞാൻ ജയിക്കാതിരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയുമായി സൗഹൃദം കൂടുകയും അതിന്റെ പ്രതിഫലം പറ്റുകയും ചെയ്ത ആളുകൾ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവരൊക്കെ മാന്യന്മാരാണ്. അവർക്കും അറിയാം, എനിക്കും അറിയാം ആരാണ്. പിന്നെ അത് വിളിച്ചു പറയേണ്ട കാര്യമില്ല. കാസർകോട്ടെ കോൺഗ്രസുകാർക്ക് മൊത്തം അറിയാം. പിന്നെ പേര് ഞാൻ പറയേണ്ട കാര്യമില്ല. മാധ്യമങ്ങളെ രൂക്ഷമായി വിമർശിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ താൻ തോൽക്കുമെന്ന് നിഷിദ്ധ താൽപര്യത്തോടെ ചിലർ ബോധപൂർവം പ്രചരിപ്പിച്ചു. അതിന്റെ നേട്ടം എന്താണെന്ന് പ്രചാരണം നടത്തിയവർക്കറിയാം. തനിക്കെതിരെ വാർത്ത നൽകി പണം കൈപ്പറ്റിയവർ വരെയുണ്ടെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. റാൻഡം സർവേ നടത്തിയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും അല്ലെങ്കിൽ മുഴുവൻ വോട്ടർമാരെ ഒരുമിച്ച് കാണാനുള്ള ഒരു പ്രായോഗിക സംവിധാനങ്ങളൊന്നുമില്ല. സ്വാഭാവികമായി അവർ ആ റാൻഡം സർവേയിൽ തെരഞ്ഞെടുത്ത ആളുകൾ താങ്കൾക്ക് എതിരായ അഭിപ്രായം പറഞ്ഞവരായിരിക്കാം. അത് വിലയിരുത്തിക്കൊണ്ടായിരിക്കാം സർവേ നടത്തിയ ഏജൻസി അങ്ങനെ ഒരു കണ്ടെത്തലിലേക്ക് എത്തിയത്. അതൊരിക്കലും അതുകൊണ്ടാണ് അതൊരു സാധ്യത മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു നിക്ഷിപ്ത താല്പര്യം. രാജ്മോഹൻ ഉണ്ണിത്താൻ തോൽക്കണമെന്ന് പൊതുജന മധ്യത്തിൽ അറിയിക്കേണ്ട ഒരു താല്പര്യമുണ്ട്. കാര്യം ഏതെങ്കിലും ഒരു വോട്ടർ ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നെങ്കിൽ ആ വോട്ട് നഷ്ടപ്പെടുത്താൻ ബോധപൂർവമാണ് ഞാൻ തോറ്റു എന്ന് പറഞ്ഞ്. പക്ഷേ കാസർകോട്ടെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചൊരു സർവേ നടത്തിയാൽ ഒരാൾ പോലും ഞാൻ തോക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ചിലത് കഴുതക്കാമം കരഞ്ഞു തീർക്കുന്ന പോലെ ചിലർ കരഞ്ഞു തീർക്കാം. പക്ഷെ ചിലർക്ക് ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യം എന്താണ് നിറവേറ്റപ്പെട്ടതെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ലോ, നിങ്ങൾക്കെല്ലാം അറിയാവൂ. നിങ്ങൾ അങ്ങനെ രാജ്മോഹൻ ഉണ്ണിത്താൻ തോറ്റുപോകുമെന്ന് പല ആവർത്തി നിങ്ങളുടെ ചാനൽ പറഞ്ഞല്ലോ. നിങ്ങളുടെ ചാനലിന്റെ ബിജു ഒരിക്കലും പറയില്ല. കാര്യം അയാള് എന്നോട് എപ്പോഴും എന്താ പറയുന്നത് എനിക്കറിയാം. അയാൾ ഞാൻ പറഞ്ഞത് അവിടുത്തെ ബ്യൂറോ ചീഫ് ഉണ്ടല്ലോ, നിങ്ങളുടെ ബ്യൂറോ ചീഫ്, അയാൾക്ക് അവിടുത്തെ വികാരം നന്നായിട്ട് അറിയാം. അയാൾ പറഞ്ഞു സാർ 1,00,000 വോട്ട് ജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ ചാനൽ പറയുന്നു ഞാൻ ദയനീയമായി തോറ്റു. ഞാൻ നിങ്ങളുമായിട്ടൊരു തർക്കം. ഞാൻ നിങ്ങളോട് പറഞ്ഞു കാസർകോട്ട് ജനങ്ങളുടെ ഇടയിൽ സർവേ നടത്തിയാൽ ഒരു സർവേയിൽ ഞാൻ തോക്കുമെന്ന് പറയില്ല. അപ്പോ മറ്റു ചില താല്പര്യങ്ങളാണ് ഈ സർവേയുടെ അത് ഞാൻ മനസ്സിലാക്കുന്നു. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ വികാരത്തെ ഞാൻ മാനിക്കുന്നു. മനസ്സിലായോ?
ബാലകൃഷ്ണൻ പെരിയയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ കോൺഗ്രസിനുള്ളിൽ വലിയ തരത്തിൽ ചർച്ചയാകുകയും ഒടുവിൽ നടപടിയിലേക്ക് വരെ നീങ്ങുകയും ചെയ്യേണ്ട സാഹചര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ ഏറെ ദിവസങ്ങളായി മനസ്സ് തുറക്കാതിരിക്കുകയായിരുന്നു. പക്ഷേ അതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി അദ്ദേഹം കൃത്യമായി രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. കാസർഗോഡ് തന്നെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി രഹസ്യ നീക്കം നടന്നു. CPM-ന്റെ കയ്യിൽ നിന്ന് അച്ചാരം കൈപ്പറ്റിക്കൊണ്ട് തന്നെ പരാജയപ്പെടുത്താനുള്ള നീക്കമുണ്ടായി. 40,000-ത്തിലധികം വോട്ടുകൾക്ക് താൻ പരാജയപ്പെടുമെന്ന് പ്രചാരണം നടത്തിയ കോൺഗ്രസിലെ തന്നെ ചില നേതാക്കൾക്കുള്ള വിധിയെഴുത്താണ് ഈ ജനഹിതത്തിലൂടെ ഉണ്ടായത്. 1,00,000-ത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് നേരത്തെ മുതൽ തന്നെ താൻ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അത് മുഖവിലക്കെടുക്കാൻ കോൺഗ്രസിലെ നേതാക്കന്മാർ പോലും തയ്യാറാകാതിരുന്ന സാഹചര്യമുണ്ട് എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു വെച്ചു. അതോടൊപ്പമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശാക്തിക ചേരികളായി തിരിഞ്ഞ് കടുത്ത തരത്തിലുള്ള ശീതയുദ്ധത്തിന് സമാനമായ പോരാട്ടം തുടരുന്ന VD സതീശനും K സുധാകരനും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുക കൂടി ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായി ഹൈക്കമാൻഡിൻ്റെ കൃത്യമായ ഇടപെടൽ നേതൃത്വത്തിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി രണ്ടു പേർക്കും രണ്ട് വഴി എന്ന ശൈലിയിൽ മുമ്പോട്ട് പോകാനാവില്ല. ഒരു ശരീരവും ഒരു മനസ്സുമായിട്ട് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും മുമ്പോട്ട് പോകാൻ തയ്യാറാകണം. ഇത് സംബന്ധിച്ച കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഹൈക്കമാൻഡ് തന്നെ ഇരു നേതാക്കന്മാർക്കും നൽകിയിട്ടുണ്ട്. അങ്ങനെ മുമ്പോട്ട് പോയാൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ളൊരു നേട്ടമുണ്ടാക്കാൻ UDF-ന് കഴിയുകയുള്ളൂവെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പമാണ് രമേശ് ചെന്നിത്തല കോൺഗ്രസിൻ്റെ എക്കാലത്തെ മികച്ച പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹത്തിന് അർഹമായ പ്രാതിനിധ്യം UDF യോഗത്തിൽ നൽകേണ്ടതായിരുന്നു എന്ന തരത്തിലുള്ള പരാമർശവും രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കണം കോൺഗ്രസിനെ നയിക്കേണ്ടത്, ആരാകണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തുടങ്ങിയ കാര്യങ്ങളിൽ ഹൈക്കമാൻഡിൻ്റേതാകും അന്തിമമായ നിലപാട്. നേരത്തെയും ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ ആരാണ് വലിയവൻ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കൂട്ടായ നേതൃത്വത്തിനുണ്ടായ വിജയമാണ് സംസ്ഥാനത്ത് ഉണ്ടായതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യനുമായി നടത്തിയ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 8 മണിക്ക് കാണാം. വളരെ വേഗം മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തയിലേക്ക്. TP കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവിന് നീക്കം നടത്തിയ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിക്ക് പിന്നാലെ KK രമയുടെ മൊഴിയെടുത്ത ASIക്കും സ്ഥലം മാറ്റം. കൊളവള്ളൂർ സ്റ്റേഷനിലെ ASI ശ്രീജിത്തിനെയാണ് വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയത്. ട്രൗസർ മനോജിന് ഇളവ് നൽകാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് മൊഴിയെടുത്തത്. രണ്ട് തരത്തിലുള്ള നടപടികളാണ് TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഈ ഒരു ഉദ്യോഗസ്ഥനെ സിവിൽ പോലീസ് ഓഫീസറായ ശ്രീജിത്തിനെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു എന്നതാണ്. ഒപ്പം പാനൂർ ചുക്ലി പോലീസ് സ്റ്റേഷനുകളെ 2 ഉദ്യോഗസ്ഥരെ ഇതുമായി ബന്ധപ്പെട്ട് കൂത്തുപറമ്പ് SP ചോദ്യം ചെയ്തിരിക്കുന്നു. സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രവീൺ, ഷാജു എന്നിവരെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇവരിൽ നിന്നാണ് ഈ ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട പട്ടിക പുറത്തേക്ക് വന്നത് എന്ന ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. നേരത്തെ KK രമയുടെ മൊഴിയെടുത്തു എന്ന പേരിലാണ് കൊളവല്ലൂർ ASI ശ്രീജിത്തിനെ സ്ഥലം മാറ്റിയത്. സർക്കാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് അത് ഇത്തരമൊരു നിർദ്ദേശം ആഭ്യന്തര വകുപ്പോ അല്ലെങ്കിൽ മന്ത്രിസഭയോ നൽകിയിട്ടില്ല. ഈ ജയിലുദ്യോഗസ്ഥരുടെ തീരുമാനപ്രകാരമാണ് ഇത്തരമൊരു കാര്യം നടന്നതെന്ന് പറയും. ജയിലുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെയാണ് KK രമ വീണ്ടും വെളിപ്പെടുത്തിയത്. തൻ്റെ മൊഴി ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ് എന്ന് അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഈ കൊളവല്ലൂർ സ്റ്റേഷനിലെ ASIയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത് വലിയ പ്രതിരോധത്തിലാവുകയായിരുന്നു CPM സർക്കാരും അക്ഷരാർത്ഥത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. നേരത്തെ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ മോചിപ്പിക്കാനുള്ള പ്രതികളുടെ പട്ടിക പുറത്തു വന്നപ്പോൾ അത് സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടി അല്ല, അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ എടുത്തിട്ടില്ല എന്നാണ് CPM-ഉം സർക്കാരും പറഞ്ഞത്. ഇതിനുശേഷവും ഇത്തരത്തിൽ മോചിപ്പിക്കൽ നടപടിക്രമങ്ങളുമായി പോലീസ് മുന്നോട്ട് പോകുന്നു എന്നൊരു പ്രതീതി നിലവിൽ വരാൻ രമയുടെ ചോദ്യം ചെയ്യൽ കാരണമാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിൻ്റെ നയം മറികടന്ന് നിലപാടെടുത്ത ഉദ്യോഗസ്ഥനെതിരെ നടപടി എന്ന രീതിയിലാണ് ASIയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ഈ വിഷയം പുറത്തേക്ക് പോവുകയും അത് വലിയ ചർച്ചയായി മാറുകയും പാർട്ടിക്കും സർക്കാരിനും വലിയ പ്രതിരോധം സൃഷ്ടിക്കുകയും ചെയ്തു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പട്ടിക ചോർന്നതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും വരുന്നത്. ആ ഘട്ടത്തിലൊക്കെ പ്രതിരോധിച്ചത്
ഇത് സർക്കാർ നിലപാട് അല്ല എന്ന് പറഞ്ഞാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും സസ്പെൻഡ് ചെയ്തും അവർക്കെതിരെ അന്വേഷണം നടത്തിയും ഈ വിഷയത്തിൽ ഒരു പരിചയമൊരുക്കാൻ CPM തയ്യാറെടുക്കുന്നത്. സ്വർണം പൊട്ടിക്കൽ സംഘവുമായുള്ള ബന്ധത്തെ തുടർന്ന് CPM അംഗത്തെ പുറത്താക്കി. കണ്ണൂരിൽ എരമരം സെൻട്രൽ ബ്രാഞ്ച് അംഗം സജേഷിനെതിരെയാണ് നടപടി. കാനായിൽ സ്വർണം പൊട്ടിക്കാനെത്തിയ സംഘത്തിൽ സജേഷ് ഉണ്ടായിരുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പുറത്താക്കിയത്. മെയ് മാസത്തിലായിരുന്നു നടപടി. താരസംഘടന അമ്മ ജനറൽ സെക്രട്ടറിയായി നടൻ സിദ്ദിഖ് തെരഞ്ഞെടുക്കപ്പെട്ടു. ജഗദീഷ്, ജയൻ ചേർത്തല എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും സെക്രട്ടറിയായി ബാബുരാജും തെരഞ്ഞെടുക്കപ്പെട്ടു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് കലാഭവൻ ഷാജോൺ, സുരാജ് വെഞ്ഞാറമൂട്, ജോയ് മാത്യു, സുരേഷ് കൃഷ്ണ, ടിനി ടോം, അനന്യ, ബിനു മോഹൻ, ടൊവിനോ തോമസ്, അൻസിബ ഹസൻ, സരയു എന്നിവരെ തെരഞ്ഞെടുത്തു. ഒരു വനിതയെടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിക്കും. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, അങ്ങനെ 25 വർഷങ്ങൾക്ക് ശേഷം അമ്മ ജനറൽ സെക്രട്ടറിയായി താരസംഘടന അമ്മ ജനറൽ സെക്രട്ടറിയായി T സിദ്ദിഖ് വരികയാണല്ലേ? അതെ, 25 വർഷത്തിന് ശേഷമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റമുണ്ടാക്കുന്നത്. അപ്പോൾ അത് നടൻ സിദ്ദിഖ് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 337 വോട്ടാണ് ആകെ പോൾ ചെയ്തത്. അതിൽ സിദ്ദിഖിന് 157 വോട്ടുകളാണ് സിദ്ദിഖിന് ലഭിച്ചത്. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റുമാരായ ജഗദീഷ്, അതുപോലെ ജയൻ ചേർത്തല തുടങ്ങിയവരാണ് വൈസ് പ്രസിഡന്റുമാർ. സെക്രട്ടറി ബാബുരാജാണ് സെക്രട്ടറി. എക്സിക്യൂട്ടീവ് കമ്മിറ്റി 11 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് അമ്മയ്ക്ക് ഉള്ളത്. ഇതിൽ 12 പേരായിരുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ചത്. അതിൽ തന്നെ 3 സ്ത്രീകളാണ്, അതായത് അൻസിബ, സരയു, അനന്യ, ഈ 3 സ്ത്രീകളാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ചത്. അമ്മയുടെ ബൈലോ അനുസരിച്ചിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 4 പേര് വേണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇനി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കുള്ള ഒരു വനിതയെ അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ തീരുമാനിക്കുമെന്നാണ് അറിയുന്നത്. ഇതിൽ ഷീലു എബ്രഹാം, കുക്കു പരമേശ്വരൻ, മഞ്ജുപിള്ള എന്നിവരെ പരിഗണിക്കണമെന്ന് ഒരു വിഭാഗം വനിതകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർ കലാഭവൻ ഷാജോൺ, സുരാജ് വെഞ്ഞാറമൂട്, ജോയ് മാത്യു, സുരേഷ് കൃഷ്ണ, ടിനി ടോം, അനന്യ, വിനുമോഹൻ, ടൊവിനോ തോമസ്, അൻസിബ ഹസൻ, സരയു, ഈ 10 പേരെയാണ് നിലവിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നിലവിൽ ഒരാളുടെ ഒഴിവുണ്ട്, അതൊരു സ്ത്രീ വേണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ആ സ്ത്രീയെ ആ വനിതാ പ്രാതിനിധ്യം ആരാന്ന് വെച്ചാൽ അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ തീരുമാനിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഭവ്യ. ശരി, നന്ദി. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പീഡന കേസ് പ്രതിയെ CPMൽ തിരിച്ചെടുത്ത സംഭവത്തിൽ ലോക്കൽ കമ്മിറ്റിയിൽ തർക്കം. പത്തനംതിട്ട തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റിയിലാണ് സംഭവം. CC സജിമോനെ തിരിച്ചെടുത്ത പാർട്ടി തീരുമാനം റിപ്പോർട്ട് ചെയ്യാൻ വിളിച്ച LC യോഗത്തിൽ സജിമോനും പങ്കെടുക്കാനെത്തി. സജിമോനെ യോഗത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് തീരുമാനം റിപ്പോർട്ട് ചെയ്യണമെന്ന് ഒരു വിഭാഗം നിലപാടെടുത്തു. തർക്കത്തിനൊടുവിൽ സജിമോനെ യോഗത്തിൽ നിന്ന് ഇറക്കിവിട്ടു. അതേസമയം തനിക്കെതിരായ പോസ്റ്റർ പതിച്ചത് പാർട്ടി വിരുദ്ധരെന്ന് CC സജിമോൻ ആരോപിക്കുന്നു. ആരോപണങ്ങളിൽ പറയുന്ന സ്ത്രീക്ക് തനിക്കെതിരെ ഒരു പരാതിയുമില്ല. കുഞ്ഞിന്റെ DNA പരിശോധനയിൽ ആൾമാറാട്ടം നടത്തിയെന്ന വാദവും തെറ്റാണ്. ഇക്കാര്യം പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ പോലും അവർ അറിയിച്ചിരുന്നുവെന്നും സജിമോൻ പറഞ്ഞു. ലോക്കൽ കമ്മിറ്റിയിലുള്ള തർക്കവും വിമർശനവും സ്വാഭാവികമെന്ന് CPM ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് B. ആന്റണിയും പറഞ്ഞു. മറ്റുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ഫ്രാൻസിസ് B. ആന്റണി പ്രതികരിച്ചു. സംഘടനാപരമായി ഉപരികമ്മിറ്റി എടുത്ത ഒരു തീരുമാനം നടപ്പിലാക്കുക മാത്രമേ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ പരാതിയുള്ള സഖാക്കൾക്ക് ഉപരികമ്മിറ്റിയെ സമീപിക്കാനും ഉപരികമ്മിറ്റിക്ക് ആവശ്യമായ തീരുമാനം എടുക്കാൻ അവകാശമുണ്ട്. ആ തീരുമാനം വന്നാൽ ആ തീരുമാനം ഞങ്ങൾ നടപ്പിലാക്കും. ഇപ്പം നിലവിലുള്ള തീരുമാനം നടപ്പിലാക്കി ആ തീരുമാനം നടപ്പിലായി വരുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ആ സഖാവ് നിലവിൽ ലോക്കൽ കമ്മിറ്റിയിൽ ബ്രാഞ്ച് സെക്രട്ടറിയായി ഇരിക്കുമ്പോഴാണ് ഈ നടപടി ഉണ്ടായത്. അപ്പം റദ്ദ് ചെയ്ത് കഴിഞ്ഞ് ആ നടപടി റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ തിരിച്ചും ഒരു ഘടകം നിശ്ചയിച്ചു കൊടുക്കാനുള്ള അവകാശമുണ്ട്. ആ സഖാവ് പഴയ മേഖലയിൽ തന്നെ പ്രവർത്തിക്കണമെന്നാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഒരു പൗരസമിതിയും ഉണ്ടാകില്ല. ഒരുപക്ഷേ ഈ പഞ്ചായത്ത് ഇലക്ഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ വരുമ്പോൾ പ്രാദേശിക തലത്തിലെ വിഷയങ്ങൾ ഉൾപ്പെടെ എതിർ രാഷ്ട്രീയ പ്രത്യേകിച്ച് UDFും BJPയും എടുക്കുന്നത് ചെറിയ വിഷയങ്ങളിൽ അവരാണ്. ഇവിടെ പൗരസമിതിയും അങ്ങനൊന്നുമില്ല. പാർട്ടി ഓഫീസിൻ്റെ അടുത്ത് തന്നെ കൊണ്ട് പോസ്റ്റർ ഒട്ടിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അത് ആരെ ഒട്ടിച്ചു, ഞങ്ങളത് മൈൻഡ് ചെയ്യുകയും ചെയ്തു. ഞങ്ങളത് ഗവനിക്കുന്നേ ഇല്ല, അത്തരം പ്രശ്നം ഗവനിക്കുന്നില്ല. തെരുവിൽ ഇങ്ങനെ കുറച്ച് പോസ്റ്ററുകൾ ഒട്ടിക്കപ്പെട്ടിരിക്കുന്നത് അത് വേണമെങ്കിൽ രാത്രിയിൽ ഇറങ്ങി ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഒരു സ്വാഭാവികം ഞങ്ങളത് ചിന്തിക്കുന്നില്ല. അത് അന്വേഷിക്കാം, നിങ്ങളുടെ അത് അന്വേഷിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ
ആരെങ്കിലും രാഷ്ട്രീയ എതിരാളികളാണെന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. പാർട്ടിക്കുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതാണ്. മുഖ്യമന്ത്രിക്കെതിരെ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലും വിമർശനം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശൈലി തിരുത്തണമെന്ന് ചർച്ചയിൽ കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ധനകാര്യമന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനമുയർന്നു. തുടക്കത്തിൽ പിന്തുണ നൽകിയ വെള്ളാപ്പള്ളി പിന്നീട് നിലപാട് മാറ്റേണ്ടി വന്നതിന് പിന്നിൽ ED ഉപയോഗിച്ചുള്ള സമ്മർദ്ദമാണെന്ന് തന്നോട് തുറന്നു പറഞ്ഞതായി AM ആരിഫ് പറഞ്ഞു. വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ആരിഫും കമ്മിറ്റിയിൽ സ്വീകരിച്ചത്. ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രിയുടെ ശൈലിയും മന്ത്രിമാരുടെ പിടിപ്പുകേടുമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണമെന്ന വിമർശനമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ തിരുത്തലുണ്ടായേ മതിയാകൂ. വിവിധ വകുപ്പുകൾക്കെതിരെ വിമർശനമുയർന്നെങ്കിലും രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നത് ധനകാര്യ വകുപ്പിനാണ്. ക്ഷേമ പെൻഷൻ അടക്കം നൽകാൻ കഴിയാതെ വന്നത് വകുപ്പ് മന്ത്രിയുടെ കഴിവുകേടാണെന്ന ആക്ഷേപം ചർച്ചയിൽ ഉയർന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ വിമർശനവും പിന്തുണയും കമ്മിറ്റിയിലുണ്ടായി. LDF സ്ഥാനാർത്ഥി കൂടിയായിരുന്ന AM ആരിഫ് വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് കമ്മിറ്റിയിൽ സ്വീകരിച്ചത്. വെള്ളാപ്പള്ളി മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തെ സഹായിച്ചിട്ടുള്ള ആളാണ്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ കണ്ടപ്പോഴും പിന്തുണ ഉണ്ടാകുമെന്ന് അറിയിച്ചതിനൊപ്പം ശോഭാ സുരേന്ദ്രനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. രണ്ടാം തവണ കണ്ടപ്പോൾ ED ഉപയോഗിച്ചുള്ള കേന്ദ്ര സമ്മർദ്ദം തനിക്കുമേലുണ്ടെന്ന് വെള്ളാപ്പള്ളി തുറന്നു പറഞ്ഞതായി ആരിഫ് പറഞ്ഞു. കായംകുളത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജില്ലാ നേതൃത്വം പരാജയപ്പെട്ടെന്നും വിമർശനം വന്നു. G സുധാകരനെതിരെ സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായെന്ന മാധ്യമത്തിൽ വന്ന തെറ്റായ വാർത്തയ്ക്ക് പിന്നിൽ ബോധപൂർവമായ ഇടപെടൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നടന്നിട്ടുണ്ടെന്ന് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് സജി ചെറിയാൻ പറഞ്ഞു. കുട്ടനാട്ടിലെ സംഘടനാ പ്രശ്നം പരിഹരിക്കുന്നതിൽ ജില്ലാ സെക്രട്ടറിയുടെ ഇടപെടൽ ഫലം കണ്ടില്ലെന്ന കുറ്റപ്പെടുത്തലും കമ്മിറ്റിയിലുണ്ടായി. ശരണ്യ സ്നേഹജൻ, News 18, ആലപ്പുഴ. 10ാം ക്ലാസ് ജയിച്ച നല്ലൊരു ശതമാനത്തിനും എഴുതാനും വായിക്കാനും അറിയില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. പണ്ടൊക്കെ 10ാം ക്ലാസ് ജയിക്കാൻ വലിയ പാടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ജയിക്കുകയാണ്. ആരെങ്കിലും തോറ്റാൽ സർക്കാരിന്റെ പരാജയമായി ചിത്രീകരിക്കുകയാണ്. എല്ലാവരെയും ജയിപ്പിച്ചു വിടുന്നതാണ് നല്ല കാര്യമെന്നും മന്ത്രി. ഈ 10ാം ക്ലാസ് ജയിച്ച നല്ലൊരു ശതമാനത്തിന് വായിക്കാൻ എഴുതാൻ അറിയില്ല. അടുത്ത കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവരെയും ജയിപ്പിച്ചു വിടുന്നതാണ് നല്ല കാര്യം. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ് പുതിയ നിയമനം എടുക്കാൻ പോവാണ്. ഒരാളും നോക്കാൻ പാടില്ലെന്നാണ് നിയമം. ആരെങ്കിലും തോറ്റുപോയാൽ ഗവൺമെന്റ് പരാജയമാണെന്നാണ് നമ്മുടെ ആളുടെ വിശ്വാസം. കരുവന്നൂരിലെ EDയുടെ നടപടികൾ തുടക്കം മാത്രമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. കേരളത്തിലെ സഹകരണ കോളനിക്കെതിരെയുള്ള നീക്കം രാഷ്ട്രീയമായും നിയമപരമായും തുടരും. CPM ജില്ലാ സെക്രട്ടറിയുടെ അനധികൃത സ്വത്ത് കണ്ടുകെട്ടിയത് സ്വാഗതാർഹമെന്നും K സുരേന്ദ്രൻ. പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പനെതിരെ പോസ്റ്ററുകൾ. തങ്കപ്പൻ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് DCC ഓഫീസിന്റെ മതിലിലും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പോസ്റ്റർ പതിച്ചത്. ആലത്തൂരിലെ തോൽവിക്ക് കാരണം തങ്കപ്പന്റെ കെടുകാര്യസ്ഥതയാണെന്നാണ് ആരോപണം. തൃശൂർ ചാവക്കാട് സ്ഫോടനം. ഗുണ്ട്, വെളുത്ത കല്ലിൽ കഷ്ണങ്ങൾ തുടങ്ങിയവ തുണിയിൽ പൊതിഞ്ഞ നിലയിലുള്ള നാടൻ ബോംബാണ് പൊട്ടിത്തെറിച്ചത്. സംഭവത്തെ തുടർന്ന് ഒരു യുവാവിനെ കസ്റ്റഡിയിലെടുത്തു. ഒരുമനയൂർ സ്വദേശി ഷെഫീഖാണ് കസ്റ്റഡിയിലുള്ളത്. ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഷെഫീഖിന് നേരത്തെയും ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. ചാവക്കാട് പോലീസ് പരിശോധന തുടരുന്നുണ്ട്. സ്ഥലത്തെത്തിയ ബോംബ് സ്ക്വാഡിന്റെ പരിശോധനയും തുടരുകയാണ്. വർക്കല കാപ്പിൽ ബീച്ചിൽ ശക്തമായ തിരയിൽപ്പെട്ട് 2 പേർ മരിച്ചു. കൊല്ലം ശീമാട്ടി സ്വദേശി അലമീൻ, കൊട്ടാരക്കര സ്വദേശി അൻവർ എന്നിവരാണ് മരിച്ചത്. കുടുംബത്തോടൊപ്പം കാപ്പിലിലെത്തിയ ഇവർ കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെടുകയായിരുന്നു. പ്രവാസിയായ അൻവർ ബക്രീദിന്റെ അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു. ട്രോളിംഗ് നിരോധനം മറികടന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് കടലിൽ കുടുങ്ങി. തൃശൂർ കൊടുങ്ങല്ലൂർ അഴീക്കോട് നിന്നും 50 മത്സ്യത്തൊഴിലാളികളുമായി പോയ ബോട്ടാണ് കുടുങ്ങിയത്. കനത്ത കാറ്റിലും മഴയിലും പെട്ട് ബോട്ടിന്റെ എഞ്ചിന്റെ പ്രവർത്തനം നിൽക്കുകയായിരുന്നു. വിവരം ലഭിച്ചതിന് പിന്നാലെ അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരാണ് തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയത്. തൃശൂരിൽ ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കടലിൽ പോയ 4 ബോട്ടുകളാണ് തുടർച്ചയായ ദിവസങ്ങളിൽ കടലിൽ കുടുങ്ങിയത്. KSRTC കണ്ടക്ടർക്ക് നേരെ യാത്രക്കാരന്റെ ആക്രമണം. ടിക്കറ്റ് എടുക്കാതെ ഇരുന്നത് ചോദ്യം ചെയ്തതിനായിരുന്നു KSRTC അടൂർ ഡിപ്പോയിലെ കണ്ടക്ടർ മനീഷിനെ യാത്രക്കാരൻ അസഭ്യം പറഞ്ഞത്. ഇന്നലെ രാത്രി കായംകുളത്ത് നിന്ന് അടൂരിനുള്ള അവസാന ബസ്സിലായിരുന്നു കയ്യേറ്റം.
എറണാകുളം പൊറ്റക്കുഴിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ കയ്യേറ്റം ചെയ്തതായി പരാതി. വഴി തടസ്സപ്പെടുത്തി ബേക്കറിക്ക് മുൻപിൽ വാഹനം പാർക്ക് ചെയ്തതിനെ ചോദ്യം ചെയ്താണ് പ്രകോപനത്തിന്റെ തുടക്കം. ബേക്കറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ പ്രദീപിനെയാണ് കയ്യേറ്റം ചെയ്തത്. ബേക്കറി ജീവനക്കാരും സമീപത്തുള്ളവരും ചേർന്നാണ് സെക്യൂരിറ്റി ജീവനക്കാരനെ പിടിച്ചുമാറ്റിയത്. എറണാകുളം ആലുവയിൽ നോ പാർക്കിംഗ് ബോർഡുകൾ നീക്കം ചെയ്ത് കടയുടമ. ഗതാഗത തിരക്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി കടയുടെ മുൻപിൽ സ്ഥാപിച്ച ബോർഡാണ് നീക്കം ചെയ്തത്. റോഡരികിലെ ചിപ്സ് കടയുടെ ഉടമയുടെ നേതൃത്വത്തിലായിരുന്നു ബോർഡുകൾ നീക്കം ചെയ്തത്. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസും ട്രാഫിക് പോലീസും ചേർന്ന് സ്ഥാപിച്ച ബോർഡാണ് നീക്കം ചെയ്തത്. നോ പാർക്കിംഗ് ബോർഡുകൾ നീക്കം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. മലപ്പുറം ചേലമ്പ്ര സ്വദേശി ദിൽഷ ഷെറിനാണ് മരിച്ചത്. 15 വയസ്സായിരുന്നു. വേങ്ങരയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം. വൈദ്യരങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ദിൽഷ ഷെറിന്റെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു. ഇന്ന് രാവിലെ മരണത്തിന് കീഴടങ്ങി. അതേസമയം പരപ്പനങ്ങാടി വള്ളിക്കുന്ന് മേഖലയിൽ മഞ്ഞപ്പിത്തം പടരുകയാണ്. കുറച്ചു ദിവസം മുൻപൊരു ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത 18 പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നു. അത് പടർന്ന് 4000-ലധികം പേർക്ക് മഞ്ഞപ്പിത്തം പിടിപെട്ടു. പരിസര പ്രദേശങ്ങളായ ചേലമ്പ്രയിലേക്കും മഞ്ഞപ്പിത്തം പടർന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതയിലാണ്. യുകെയിൽ ജോലി സ്ഥലത്തുണ്ടായ അപകടത്തിൽ മലയാളി യുവാവ് മരിച്ചു. എറണാകുളം കാലടി സ്വദേശി റെയ്ഗൻ ജോസാണ് മരിച്ചത്. 4 മാസം മുൻപാണ് റെയ്ഗൻ യുകെയിലേക്ക് പോയത്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഒരിടവേള കൂടി. തിരികെ വാർത്തയിലേക്ക്. ഉത്തരേന്ത്യയിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും കനത്ത മഴ. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ പ്രളയ സാഹചര്യമാണ്. സുഖി നദി കരകവിഞ്ഞൊഴുകി നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി. മണിപ്പൂരിൽ വാഹനങ്ങൾ കടന്നുപോകുന്നതിനിടെ പാലം തകർന്നു വീണു. ഡൽഹി ഉൾപ്പെടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അടുത്ത 3 ദിവസം കൂടി ശക്തമായ മഴ തുടരുകയാണെന്നാണ് മുന്നറിയിപ്പ്. 5 ദിവസം മുൻപ് വരെ കനത്ത ചൂടായിരുന്നു ഉത്തരേന്ത്യയിലെങ്കിൽ തോരാ മഴയാണിപ്പോൾ. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലാണ് ഗുരുതര സാഹചര്യം. ഗംഗയുടെ കൈവഴിയായ സുഖി നദി കരകവിഞ്ഞൊഴുകി കാറുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി. പൊതുവെ വറ്റിവരണ്ട് നിൽക്കുന്ന സുഖി നദിയുടെ കരയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പതിവാണ്. കനത്ത മഴയിൽ ജലനിരപ്പ് പൊടുന്നനെ ഉയർന്നത് സ്ഥിതി വഷളാക്കി. ഹിമാചൽ പ്രദേശിൽ പലയിടത്തും മണ്ണിടിഞ്ഞു. കാംഗ്ര, സോലൻ, കുളു ഉൾപ്പെടെയുള്ള ജില്ലകളിൽ 3 പ്രധാന പാതകളിൽ ഗതാഗതം നിരോധിച്ചു. മണിപ്പൂരിൽ ഇംഫാൽ നദിക്ക് കുറുകെയുള്ള പാലം തകർന്നു വീണു. തടി കയറ്റിയ ലോറി കടന്നു പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഒഴുക്കിൽപ്പെട്ട 3 പേരെ പ്രദേശവാസികൾ രക്ഷപ്പെടുത്തി. ടീസ്ത നദി കരകവിഞ്ഞതോടെ സിക്കിമിലൂടെയും പശ്ചിമ ബംഗാളിലൂടെയും കടന്നുപോകുന്ന ദേശീയപാത 10 പലയിടത്തും തകർന്നു. ചിലയിടങ്ങളിൽ റോഡ് ഒലിച്ചുപോയ നിലയിലാണ്. ഉത്തർപ്രദേശ്, ഹരിയാന, പശ്ചിമ ബംഗാൾ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിലും മഴ തുടരുകയാണ്. ജൂലൈ 3 വരെ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. തമിഴ്നാട്ടിലെ 12 ഇടങ്ങളിൽ NIA റെയ്ഡ്. ലബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിസ്ബ് ഉദ് തഹ്രീറുമായി അനുഭാവമുള്ളവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് റെയ്ഡ് നടന്നത്. ചെന്നൈ, തിരുച്ചിറപ്പള്ളി, കുംഭകോണം, പുതുക്കോട്ടൈ, തഞ്ചാവൂർ തുടങ്ങിയ ജില്ലകളിൽ റെയ്ഡ് നടന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് 6 പേരെ ചെന്നൈയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിവാര റേഡിയോ പരിപാടി മൻ കി ബാത്ത് പുനരാരംഭിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള മൻ കി ബാത്തിൽ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ പ്രധാനമന്ത്രി അട്ടപ്പാടിയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. അട്ടപ്പാടിയിൽ ആദിവാസി സ്ത്രീകൾ നിർമ്മിക്കുന്ന കാർത്തുമ്പി കുടകൾ നാരീശക്തിയുടെ ഉദാഹരണമാണെന്ന് പ്രധാനമന്ത്രി. പാരീസ് ഒളിമ്പിക്സിൽ തയ്യാറെടുക്കുന്ന മറ്റ് അത്ലറ്റുകൾക്ക് മോദി വിജയാശംസകളും നേർന്നു. ये छाते तैयार होते हैं हमारे केरला में। वैसे तो केरला की संस्कृति में छातों का विशेष महत्व है। छाते वहाँ कई परंपराओं और विधि विधान का अहम हिस्सा होते हैं, लेकिन मैं जिस छाते की बात कर रहा हूँ वो है कार्थुम्बी छाते, और इन्हें तैयार किया जाता है केरला के अट्टापड़ी में। ये रंग बिरंगे छाते बहुत शानदार होते हैं, और खासियत ये कि इन छातों को केरला की हमारी आदिवासी बहनें तैयार करती हैं। आज देश भर में इन छातों की मांग बढ़ रही है, इनकी ऑनलाइन बिक्री भी हो रही है। इन छातों को वट्टालक्की सहकारी कृषि सोसाइटी की देखरेख में बनाया जाता है। इस सोसाइटी का नेतृत्व हमारी नारी शक्ति के पास है। महिलाओं के नेतृत्व में अट्टापड़ी के आदिवासी समुदाय ने एंटरप्रेन्योरशिप की अद्भुत मिसाल पेश की है. കൊച്ചിയിൽ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് കേൾക്കാനെത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മൻ കി ബാത്ത് ഒരു രാഷ്ട്രീയ പരിപാടിയല്ലെന്നും റേഡിയോ ശ്രവണ രീതിക്ക് പുതിയ മാനങ്ങൾ നൽകിയ പരിപാടിയാണെന്നും നേരത്തെ സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടിരുന്നു. ഇടപ്പള്ളി ബണിമല റോഡിലുള്ള സെന്ററിലാണ് അദ്ദേഹം മൻ കി ബാത്ത് കേൾക്കാനെത്തിയത്. വിശ്വവിജയാഘോഷം. T20 ലോകകപ്പ് ജയിച്ച ഇന്ത്യയ്ക്ക് അഭിനന്ദന പ്രവാഹമാണ്. രാവേറെ നീണ്ട രാജ്യത്തുടനീളം നടന്ന വിജയാഘോഷങ്ങൾ. ദക്ഷിണാഫ്രിക്കയെ കീഴടക്കി ലോക കിരീടം നേടിയ രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും അതിഗംഭീര വരവേൽപ്പാണ് കാത്തിരിക്കുന്നത്. കയ്യെത്തും ദൂരത്ത് വഴുതി വീണപ്പോഴെല്ലാം കണ്ണീറിറ്റിയിട്ടുണ്ട്. ഇന്നലെ കയ്പ് മാറി. ബാർബഡോസ് രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ നുരഞ്ഞുപൊന്തിയ വീഞ്ഞിനെല്ലാം നീലനിറമായിരുന്നു. കഴിഞ്ഞ നവംബറിൽ അഹമ്മദാബാദിൽ വിങ്ങിപ്പൊട്ടിയവർ ഇന്നലെ കലിപ്സോയ്ക്കൊപ്പം ആടി. ലോകവേദിയിൽ ഇന്ത്യ അടയാളപ്പെടുത്തുന്നത് ഇത് 4ാം തവണ. അവസാന പന്തെറിയും മുമ്പേ തന്നെ ചെങ്കോലെടുത്തിരുന്നു നായകൻ രോഹിത്. കിങ് എന്ന് വെറുതെ വിളിക്കുന്നതല്ലെന്ന് നിർണായക ദിനത്തിൽ ബോധ്യപ്പെടുത്തി കോഹ്ലി. ഇതിഹാസ ബൌളർ എന്ന് തറപ്പിച്ചു പറയാമെന്ന് ബുംറ. ഇന്ത്യ ലോക ക്രിക്കറ്റിന്റെ കടിഞ്ഞാൻ കയ്യിലാക്കിയിട്ട് നാളേറെയായെങ്കിലും അവസാന പടിയിൽ പിടിവിട്ടു പോകുമെന്ന പതിവിന് വിരാമമിട്ടു ഈ മിടുമിടുക്കർ. ഒരു രാജ്യം ഒന്നായി ആ നേട്ടത്തിൽ ആവേശം കൊണ്ടു. ആ അർമാദം നാളുകൾ നീളും. ആഘോഷത്തിമിർപ്പിന്റെ ഞായറാണ്. ഇന്ത്യക്ക് മത്തുപിടിക്കുന്ന കറുപ്പായി ക്രിക്കറ്റ് ഇനിയും തുടരുമെന്ന് ചുരുക്കം. 1983 കപിൽ ദേവാണ് ആദ്യമായി ഒരു രാജ്യത്തെ ഒന്നാകെ ലഹരിയിലാക്കിയതെങ്കിൽ 2007 2011 ധോണിയുടെ മുടിയിഴകളിൽ ഉന്മാദം കൊണ്ടു നമ്മൾ. ഇന്നിതാ രോഹിത് ശർമ്മ വീണ്ടും ഒരു രാജ്യം ഒന്നടങ്കം ആവേശത്തിടം പേറ്റുന്നു. ക്രിക്കറ്റോളം പോന്നൊരു ലഹരിയില്ല ഇന്ത്യയെ മത്തുപിടിപ്പിക്കാൻ. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. 13 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ ടീം ഇന്ത്യയുടെ നേട്ടത്തിൽ കേരള ക്രിക്കറ്റ് പ്രേമികൾക്കും അഭിമാന മുഹൂർത്തമാണ്. കാരണം ഇന്ത്യക്കൊപ്പം ലോകകപ്പ് വിജയിക്കുന്ന 3ാമത്തെ മലയാളി താരമായി മാറാൻ സഞ്ജു സാംസണിലൂടെ സാധിച്ചു. ഇതിനു മുൻപ് സുനിൽ വാസ്മനും എസ് ശ്രീശാന്തും ലോകകപ്പ് വിജയത്തിൽ പങ്കാളികളായിരുന്നു. ലോകത്തെവിടെ ഒരു അഭിമാന മുഹൂർത്തമുണ്ടായാലും അവിടെ ഒരു മലയാളിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇന്ത്യ നേടിയ ഓരോ ലോകകപ്പ് കിരീട നേട്ടത്തിലും മലയാളി സാന്നിധ്യമുണ്ട്. ഇത്തവണ ഇന്ത്യക്കൊപ്പം ലോകകപ്പ് വിജയിക്കുന്ന 3ാമത്തെ മലയാളി താരമായി മാറാനാണ് സഞ്ജുവിന് സാധിച്ചത്. ഈ ലോകകപ്പിൽ ഒരു മത്സരം പോലും കളിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യൻ ടീമിന്റെ കിരീട നേട്ടത്തിൽ പങ്കാളിയാവാൻ മലയാളി താരത്തിന് സാധിച്ചത് ഏറെ ശ്രദ്ധേയമാണ്.
ഇതിനു മുമ്പ് ഇന്ത്യൻ ടീമിന്റെ ലോകകപ്പ് വിജയത്തിൽ പങ്കാളിയായ മലയാളി താരങ്ങൾ എസ് ശ്രീശാന്തും സുനിൽ വാത്സനുമാണ്. 1983 കപിൽ ദേവിന്റെ നേതൃത്വത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ആദ്യ ഏകദിന ലോകകപ്പ് നേടിയപ്പോൾ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്നു സുനിൽ. എന്നാൽ സുനിലിന് ആ ലോകകപ്പിൽ ഒരു മത്സരത്തിൽ പോലും കളത്തിലിറങ്ങാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ടീമിന്റെ കിരീട നേട്ടത്തിൽ പങ്കാളിയാവാൻ സുനിലിന് സാധിച്ചു. 2007 T20 ലോകകപ്പും 2011 ഏകദിന ലോകകപ്പും വിജയിക്കുമ്പോൾ ശ്രീശാന്തായിരുന്നു ഇന്ത്യൻ ടീമിലെ രണ്ടാമത്തെ മലയാളി താരം. 2007 ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ അവസാന നിമിഷങ്ങളിൽ മിസ്ബാ ഉൽ ഹക്കിന്റെ ക്യാച്ച് നേടിക്കൊണ്ട് ഇന്ത്യയെ വിജയത്തിലെത്തിക്കാനും ശ്രീശാന്തിന് സാധിച്ചിരുന്നു. 2011 ലോകകപ്പ് വിജയത്തിലും താരം പങ്കാളിയായി. ആ ലോകകപ്പിൽ ഫൈനലടക്കം 2 മത്സരങ്ങളിലാണ് ശ്രീശാന്ത് ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിച്ചത്. ഇപ്പോഴിതാ നീണ്ട 13 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ലോകകപ്പ് കൂടി ഇന്ത്യ ഉയർത്തിയപ്പോൾ സഞ്ജു സാംസണിലൂടെ വീണ്ടും കേരള ക്രിക്കറ്റ് പ്രേമികൾ അഭിമാനിക്കുകയാണ്. ഇതോടെ ഇന്ത്യ ലോക കിരീടം ഉയർത്തിയ ടീമിലെല്ലാം ഒരു മലയാളി സാന്നിധ്യമുണ്ടായിരുന്നു എന്ന ചരിത്രം ഇപ്പോഴും തകർക്കപ്പെടാതെ നിലനിൽക്കുകയാണ്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. സ്വർണ്ണവെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6605 രൂപ, പവൻ 52,840. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5510, പവന് 44,080. വെള്ളി ഗ്രാമിന് 93 രൂപ, കിലോഗ്രാമിന് 93,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈവ് അറ്റ് 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റിൽ രഞ്ജിത്ത് രാമചന്ദ്രൻ. നമസ്കാരം. പിന്നിൽ